ഹായ്, നവോമി കവാസെ എഴുതി സംവിധാനം ചെയ്ത ഹൃദയത്തെ തൊടുന്ന ഒരു ചലച്ചിത്രം സ്വീറ്റ് ബീൻ. ഏറെ രസകരമായ ഈ ഒരു ജാപ്പനീസ് ചലച്ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, ഹൈപ്പ് ചെയ്യുകയും കഴിയുമെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയാരംഭിക്കുന്നത് സെന്റാരോ എന്ന് പേരുള്ള മധ്യവയസ്കനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സെന്റാരോ ടോക്കിയോ നഗരത്തിന്റെ ഔട്ട്സ്കേർട്സിൽ ഒരു ഡൊറയാക്കി ഷോപ്പ് നടത്തുകയാണ്. ഡൊറയാക്കി അഥവാ രുചികരമായ ഒരു ജാപ്പനീസ് വിഭവം. 2 പാൻകേക്കുകൾക്കിടയിൽ ബീൻ പേസ്റ്റ് വെച്ച് തയ്യാറാക്കുന്ന ആ വിഭവമായിരുന്നു ആ കടയിൽ പ്രധാനമായും സെർവ് ചെയ്തിരുന്നത്. കടയുടെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനികൾ പതിവായി പാൻകേക്ക് കഴിക്കാൻ കടയിലെത്താറുണ്ട്. കൂട്ടത്തിൽ മറ്റു നാട്ടുകാരും. സ്കൂൾ വിദ്യാർത്ഥിനികൾ 3 പേരടങ്ങുന്ന ഒരു സംഘം സ്ഥിരമായി ആ കടയിൽ വരും. അവരവിടെ ഇരുന്ന് പാൻകേക്കും കഴിച്ച് കുശലം പറയും. ഇടയ്ക്കിടയ്ക്ക് സെന്റാരോയോട് സംസാരിക്കാൻ ശ്രമിക്കും. സെന്റാരോയെ കളിയാക്കുകയും മറ്റും ചെയ്യും. പക്ഷേ സെന്റാരോ അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. സെന്റാരോയുടെ ശ്രദ്ധ എപ്പോഴും പാൻകേക്ക് ഉണ്ടാക്കുന്നതിലായിരിക്കും. ആരോടും അധികം മിണ്ടാത്ത, മുഖത്തെപ്പോഴും ഒരു ദുഃഖഭാവം തളം കെട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സെന്റാരോ. ജയിലിൽ കിടന്ന ഒരു പഴയ കാലമടക്കം സെന്റാരോയ്ക്കുണ്ട്. ജയിൽ മോചിതനായ ശേഷമാണ് പാൻകേക്ക് ഉണ്ടാക്കുന്ന ഈ കടയിൽ സെന്റാരോ ജോലിക്കാരനായി മാറിയത്. നിലവിൽ ആ കടയിലെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് സെന്റാരോ ആയിരുന്നു നോക്കിയിരുന്നത്. ആ 3 പെൺകുട്ടികൾ പോയതിനു പിന്നാലെ അങ്ങോട്ടേക്ക് മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥിനി കടന്നു വന്നു. വക്കാന എന്നായിരുന്നു അവളുടെ പേര്. വക്കാന ഇൻട്രോവേർട്ടായ ഒരു പെൺകുട്ടിയാണ്. അധികമാരോടും മിണ്ടാറില്ല. തോന്നിയാൽ മാത്രം സെന്റാരോയോട് 1-2 വാചകങ്ങളിൽ അവൾ സംസാരിക്കും. നാളുകളായുള്ള കാണലും ഈ ചെറിയ സംസാരവും വക്കാനയെയും സെന്റാരോയെയും സുഹൃത്തുക്കളാക്കിയിരുന്നു. വക്കാന ഇരുന്ന് പാൻകേക്ക് കഴിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കൊരു മുത്തശ്ശി വന്നത്. ടോക്കുവെ എന്നാണ് അവരുടെ പേര്. 70 വയസ്സുകളിലാണ് പ്രായം. മുത്തശ്ശി സെന്റാരോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ, ബോർഡിൽ ഒരു അസിസ്റ്റന്റിന് വേണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ ജോലി എനിക്ക് തരൂ. അത്രമേൽ നിഷ്കളങ്കമായ ശബ്ദമായിരുന്നു അവരുടേത്. സെന്റാരോയ്ക്ക് അവരുടെ ആ ശബ്ദം കേട്ടിട്ട് നോ പറയാൻ തന്നെ മടി തോന്നുന്നു. സെന്റാരോ പറഞ്ഞു, മുത്തശ്ശി, കട ക്ലീനിങ്ങിനും പാത്രം കഴുകാനും ഒക്കെയായിട്ട് ആളെ നോക്കുന്നത് ഒരു അസിസ്റ്റന്റിനെ വളരെയധികം കഠിനമായ ജോലിയായിരിക്കും. മുത്തശ്ശിക്ക് അത് ബുദ്ധിമുട്ടാകും. അയ്യോ കുഞ്ഞെ, അതൊന്നും കുഴപ്പമില്ല, എനിക്കത് ചെയ്യാൻ പറ്റും. അല്ല മുത്തശ്ശി, ഞാനൊരു പാർട്ട് ടൈം ജോലിക്കാരനെ ഉദ്ദേശിക്കുന്നേ. ചെറിയൊരു പ്രതിഫലം കൊടുക്കുന്ന ആളെ. ഒരുപാട് ശമ്പളം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അതിനെന്താ കുഞ്ഞെ, ഞാൻ ഈ പ്രായത്തിൽ സമ്പാദിച്ച് കോടീശ്വരിയാവാൻ പോകുവാണോ? മോൻ എത്രയാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ അതിന്റെ പകുതി തന്നാലും മതി. മുത്തശ്ശിയുടെ ആ വാക്കുകൾ കേട്ട് സെന്റാരോയ്ക്ക് ആകെ വല്ലായ്മ തോന്നുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ ഒഴിവാക്കും, അതങ്ങനെ തുറന്നു പറയും. ഒടുവിലേറെ വിഷമത്തോടെ സെന്റാരോ പറഞ്ഞു, മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം, താങ്കൾക്ക് ഇവിടെ ജോലി തരാൻ പറ്റില്ല. മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ? കുറച്ചുകൂടി ഈസിയായ ഒരു ജോലി കിട്ടിയ മുത്തശ്ശി അത് ചെയ്യുന്നതാവും നല്ലത്. മുത്തശ്ശിക്കും വലിയ ദുഃഖം തോന്നി. അവിടെ നിന്ന് മുത്തശ്ശി പോവാൻ നേരം സെന്റാരോ ഒരു പാൻകേക്ക് മുത്തശ്ശിക്ക് എടുത്തു കൊടുത്തു. മുത്തശ്ശി ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അതും വാങ്ങി മുത്തശ്ശി തിരികെ പോയി. അവിടെ ഇരുന്ന് വെക്കാൻ അപ്പോ സെന്റാരോയോട് ചോദിച്ചു, പാർട്ട് ടൈം ജോലിയാണെങ്കിൽ ആ ജോലി എനിക്ക് തന്നൂടെ? സെന്റാരോ പറഞ്ഞു, ഇതിപ്പോ നിന്റെ പഠിക്കുന്ന പ്രായമാ, ഇപ്പൊ ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോകുവാണോ? വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നീ ഇവിടെ പാത്രവും കഴുകി കടയും ക്ലീൻ ചെയ്തിരിക്കേണ്ടി വരും. സെന്റാരോ പിന്നാലെ പൊട്ടിപ്പോയതും മറ്റുമായ കുറച്ച് പാൻകേക്ക് എടുത്ത് വക്കാനയ്ക്ക് കൊടുത്തു. വീട്ടിൽ പോയ ശേഷം അവൾക്ക് കഴിക്കുവാൻ. വക്കാനയെ പറ്റി അറിയുന്നത് കൊണ്ടാകണം സെന്റാരോ എപ്പോഴും വക്കാനയ്ക്ക് ഇതുപോലെ പാൻകേക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അടുത്ത ദിവസം സെന്റാരോ പാൻകേക്ക് ഉണ്ടാക്കുന്ന ജോലിയിലായിരിക്കെ അങ്ങോട്ടേക്ക് വീണ്ടും മുത്തശ്ശി വന്നു. മുത്തശ്ശിയെ കണ്ടതും സെന്റാരോ ചോദിച്ചു, ഹാ മുത്തശ്ശിയോ? ഇന്നലെ പറഞ്ഞതല്ലേ മുത്തശ്ശി ആ ജോലി മുത്തശ്ശിക്ക് പറ്റില്ലെന്ന്? അതൊന്നുമല്ല മോനെ, കുഞ്ഞെനിക്ക് ഇന്നലെ പാൻകേക്ക് തന്നില്ലേ? ആ പാൻകേക്ക് നല്ല രുചികരമായിരുന്നിട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ വെച്ചിരുന്ന ആ ബീൻ പേസ്റ്റ് ഇല്ലേ, അതെന്തോ അത്ര നല്ലതായിരുന്നില്ല. ബീൻ പേസ്റ്റ് മോനുണ്ടാക്കുന്നതാണോ അതോ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും മേടിക്കുന്നതാണോ? മുത്തശ്ശി, ബീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ എന്ത് പാടാണെന്നറിയാമോ? ഒരുപാട് സമയം വേണം. അതുകൊണ്ട് പുറത്തുനിന്ന് ബീൻ പേസ്റ്റ് വാങ്ങുക ചെയ്യുന്നേ. മാത്രവുമല്ല, നല്ല ബീൻ പേസ്റ്റ് ഉണ്ടാക്കാനുള്ള ടാലന്റ് ഒന്നും എനിക്കില്ല. അങ്ങനെ പറയല്ലേ. നല്ല ബീൻ പേസ്റ്റ് ഉണ്ടാക്കിയ നിന്റെ പാൻകേക്കിന്റെ കൂടെ കൂടിയാവുമ്പോ അത് നല്ല രുചികരമാവും. അപ്പൊ നിന്റെ കസ്റ്റമേഴ്സും ഒരുപാട് കൂടും. മോനെ, ഈ ബീൻ പേസ്റ്റ് ഒന്ന് രുചിച്ചു നോക്കിക്കേ. അതും പറഞ്ഞ മുത്തശ്ശി താൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബീൻ പേസ്റ്റ് സെന്റാരോക്ക് കൊടുത്തു. ഇത് കഴിച്ചിട്ട് പറ, ഇതിന്റെ രുചി എങ്ങനുണ്ടെന്ന്. അതും പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോയി. സെന്റാരോ ബോക്സ് വാങ്ങി വെച്ചു. തന്റെ പാൻകേക്ക് ഉണ്ടാക്കുന്ന ജോലി തുടർന്നു. പക്ഷേ അത്രയധികം കിടിലം മണമാണ് മുത്തശ്ശി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബീൻ പേസ്റ്റിൽ നിന്ന് വരുന്നത്. സെന്റാരോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ രുചിച്ചു. അത്രമേൽ രുചികരമായിരുന്നു. രുചി കാരണം സെന്റാരോ വീണ്ടും വീണ്ടും അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഒപ്പം ചിന്തിച്ചു, മുത്തശ്ശിയെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയല്ലോ.
അടുത്ത ദിവസം പുലർച്ചെ മുതൽ മുത്തശ്ശി വരുന്നതും നോക്കി സെന്റാരോ നിൽപ്പായി. കുറച്ചു കഴിഞ്ഞതും മുത്തശ്ശി വന്നു. മുത്തശ്ശിയെ കണ്ടതും അവൻ പറഞ്ഞു, ആ മുത്തശ്ശി വന്നല്ലോ. ഞാൻ വിചാരിച്ച മുത്തശ്ശി വരേയില്ലെന്ന്. മുത്തശ്ശി ഇന്നലെ ബീൻ പേസ്റ്റ് നിന്നൊരു പോക്കങ്ങ് പോയില്ലേ? ഞാനതൊന്ന് രുചിച്ചു നോക്കി. എന്റെ മുത്തശ്ശി എന്തൊരു രുചിയായിരുന്നെന്നോ. കുറച്ചായി കഴിച്ച് അത് മുഴുവൻ ഞാൻ തന്നെ അങ്ങ് തിന്നു തീർത്തു. ഇത്രയും രുചിയുള്ള ബീൻ പേസ്റ്റ് ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശി ബീൻ പേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ എക്സ്പേർട്ട് തന്നെയാണല്ലേ. മുത്തശ്ശിയെ പുകഴ്ത്തി സെന്റാരോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മുത്തശ്ശി വളരെയധികം വിനയത്തോടെ സിമ്പിളായി പറഞ്ഞു, അങ്ങനെ വലിയ അതിശയമൊന്നും അത് ചെയ്തിട്ടില്ല മോനെ. അതിന്റെ ശരിയായ രീതിയിൽ സമയമെടുത്ത് ക്ഷമയോടെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇതുപോലുള്ള ബീൻ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു ജോലിയുടെ ആവശ്യം പോലെ തോന്നി, അതുകൊണ്ടാ ഞാൻ മോനെ ബുദ്ധിമുട്ടിച്ചത്. മോനെന്നോട് ക്ഷമിക്കണോട്ടോ. എന്റെ മുത്തശ്ശി ക്ഷമയൊക്കെ ചോദിച്ച് മുത്തശ്ശി എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. മുത്തശ്ശിക്ക് ഇനി ഇവിടെ ജോലി ഇല്ലാതിരിക്കുവോ? മുത്തശ്ശിക്ക് ഇവിടെ ജോലി ഉറപ്പാണ്. കൂട്ടത്തില് അത്യാവശ്യം നല്ലൊരു ശമ്പളവും കിട്ടും. ഒരു കാര്യം ചെയ്യാം, 11 മണിക്കാ സാധാരണ ഞാൻ കട തുറക്കുന്നേ. 8 മണിക്ക് പണി ആരംഭിക്കും. മുത്തശ്ശി അപ്പോ 8 മണിയാവുമ്പോ വന്നാ മതി. അയ്യോ മോനെ, ബീൻ പേസ്റ്റ് കടയിലുണ്ടാക്കാനാണെങ്കിൽ 8 മണിക്കൊന്നും പണി തുടങ്ങിയാ പോരാ, രാവിലെ 5 മണിക്കേ തുടങ്ങണം. അങ്ങനാണോ? എങ്കിൽ രാവിലെ 5 മണിക്ക് തുടങ്ങിയേക്കാം. അടുത്ത ദിവസം രാവിലെ കൃത്യം 5 മണിക്ക് മുത്തശ്ശി കടയിലെത്തി. 1 മിനിറ്റ് അങ്ങോട്ടോ 1 മിനിറ്റ് ഇങ്ങോട്ടോ മാറിയില്ല. പിന്നാലെ മുത്തശ്ശിയുടെ മേൽനോട്ടത്തിൽ സെന്റാരോയുടെ സഹായത്തോടെ മുത്തശ്ശി ബീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. അതീവ ശ്രദ്ധയോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ വേവ് നോക്കി മണം പിടിച്ച് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതീവ ശുദ്ധിയോടെ ഏറെ രുചികരമായ ബീൻ പേസ്റ്റ് മുത്തശ്ശി തയ്യാറാക്കിയെടുത്തു. സെന്റാരോ ഇതൊക്കെ അതിശയത്തോടെ നോക്കിക്കണ്ടു. ഇടവേളകളിൽ മുത്തശ്ശി വിശ്രമിച്ചു. ഒടുവിൽ ബീൻ പേസ്റ്റ് തയ്യാറായി. അത്രയും നേരം രണ്ടാളും ഒന്നും കഴിക്കാതെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പാൻകേക്ക് ഉണ്ടാക്കിയതും 2 പാൻകേക്കിനിടയിൽ മുത്തശ്ശിയുടെ ബീൻ പേസ്റ്റും തേച്ച് ഡൊറയാക്കിയാക്കി ഒരെണ്ണം മുത്തശ്ശിക്കും ഒരെണ്ണം സ്വന്തം കഴിക്കുവാനും സെന്റാരോ എടുത്തു. ഇരുവരും അത് രുചിച്ചു. ഹാ, അത്രമേൽ രുചികരം. സെന്റാരോ പറഞ്ഞു, മുത്തശ്ശി നിങ്ങൾ വലിയൊരാളാ. നിങ്ങളുടെ ബീൻ പേസ്റ്റ് ഒന്നും പറയാനില്ല. പിന്നാലെ ക്ലീനിങ്ങും മറ്റും കൂടി കഴിഞ്ഞതോടെ മുത്തശ്ശി കടയിൽ നിന്നിറങ്ങി. പതിവ് പോലെ സമയത്ത് സെന്റാരോ കട തുറന്നു. കസ്റ്റമേഴ്സും വന്നു തുടങ്ങി. ആദ്യം വന്നത് ആ 3 വിദ്യാർത്ഥിനികളായിരുന്നു. അവർക്ക് സെന്റാരോ പുതിയ പാൻകേക്ക് കൊടുത്തു. അത് കഴിച്ചതും അതിന്റെ രുചിയിൽ അവർ മതിമറന്നു. പതിവ് പോലെ സെന്റാരോയെ കളിയാക്കാനും മറ്റും അവർ തുടങ്ങി. എന്ത് മാജിക്കാ നിങ്ങൾ പാൻകേക്ക് ചെയ്തത്, വലിയ രുചിയായിട്ടുണ്ടല്ലോ. കുട്ടികളെ വീഴ്ത്താൻ വേണ്ടി എന്തെങ്കിലും പുതിയ ചേരുവകള് നിങ്ങൾ ഇത് ചേർത്തോ? അത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ മുഖം ഇന്നൊന്നും തെളിഞ്ഞിട്ടുണ്ടല്ലോ. എന്താ വല്ല ഗേൾഫ്രണ്ടിനെയും കിട്ടിയോ? സാധാരണ ഗൗരവം പിടിച്ചൊരു മുഖവുമായിട്ടാണല്ലോ സെന്റാരോ ജോലി ചെയ്യുന്നത്. അന്ന് സെന്റാരോയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടതും ആ വിദ്യാർത്ഥിനികൾ പറഞ്ഞു, ആഹാ, അപ്പോ നമ്മുടെ കഥാനായകന് ചിരിക്കാനും അറിയാമല്ലോ അല്ലേ. അന്ന് കടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാൻകേക്ക് വിറ്റു. വാങ്ങിയ കസ്റ്റമർ തിരികെ വന്ന് കുറച്ചു മുമ്പ് പാൻകേക്ക് മേടിച്ചുകൊണ്ട് പോയതാ. നല്ല രുചിയുണ്ടായിരുന്നു, എനിക്കിനിയും വേണം എന്ന് പറഞ്ഞവരെ മേടിച്ചുകൊണ്ട് പോയി. എന്തിനേറെ പറയുന്നു, പതിവ് പോലെ വക്കാന വന്നു. വക്കാന പാൻകേക്കുമായി വീട്ടിലെത്തി. രുചിച്ചപ്പോ അതീവ രുചികരം. മൊത്തത്തിലൊരു വ്യത്യാസം. ബീൻ പേസ്റ്റാണ് അതിൽ മാറിയിരിക്കുന്നത് എന്ന് വക്കാന തിരിച്ചറിഞ്ഞു. കഥയവിടെ നിന്നും വക്കാനയുടെ വീട്ടിലേക്ക് തിരിയുന്നു. വക്കാനയുടെ അച്ഛൻ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയതാണ്. വക്കാനയുടെ അമ്മയ്ക്കാകട്ടെ മക്കളുണ്ടെന്ന ചിന്ത പോലുമില്ല. എപ്പോഴും വെള്ളമടിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. എന്തിനേറെ പറയുന്നു, അന്ന് വക്കാന പഠിക്കാൻ വെച്ച ബുക്കിൽ അമ്മ വെച്ച മദ്യം വീണു. അതിന്റെ പേരിൽ വക്കാനയ്ക്ക് അമ്മയോട് വലിയ ദേഷ്യം തന്നെ തോന്നി. പക്ഷെ വക്കാന അമ്മയോട് സംസാരിക്കാറേയില്ല. അവളൊരു പക്ഷിയെ വളർത്തുന്നുണ്ട്. തന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അവൾ ആ പക്ഷിയോട് സംസാരിക്കും. അങ്ങനെ അടുത്ത ദിവസമായി. മുത്തശ്ശി കൃത്യസമയത്ത് ബീൻ പേസ്റ്റ് ഉണ്ടാക്കാൻ എത്തി. അന്ന് ബീനുകൾ വേവിക്കാൻ വെച്ചപ്പോ മുത്തശ്ശി അതുങ്ങളോട് സൗമ്യമായി പറഞ്ഞു, ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചേക്കുന്നേ. പതിയെ ഇരുന്ന് നല്ല രീതിയിലൊന്ന് വെന്തേക്കണേ. കൂടുതലും വെന്തേക്കരുത്, കുറഞ്ഞും പോയേക്കരുത്. ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് അറിയാലോല്ലേ. ആ ലെവലിലങ്ങ് വെന്ത് തന്നേക്കണോട്ടോ. കുട്ടികളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന പോലെ ബീനോട് മുത്തശ്ശി സംസാരിക്കുന്നു. സെന്റാരോ അതിശയത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു, ഇതാരോടാ മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നേ? മുത്തശ്ശി പറഞ്ഞു, ഇതെന്റെ ഒരു ശീലമാ മോനെ. നമ്മളെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഓരോ ഇൻഗ്രീഡിയന്റ് ചേർക്കുമ്പോഴും അതിങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ച് ചേർത്ത അതിന്റെ രുചി കൂടുമെന്നാ എനിക്ക് തോന്നാറ്. മുത്തശ്ശി ഏറെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഓരോന്നും ചെയ്യുമെങ്കിലും പ്രായമേറിയ മുത്തശ്ശിയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ടയേർഡാകും. കുറച്ചു സമയം മുത്തശ്ശി കസേരയിലിരിക്കും. വീണ്ടും ചെന്ന് ജോലി തുടരും. അന്നും അങ്ങനെ ഒടുവിൽ ബീൻ പേസ്റ്റ് തയ്യാറായി. തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ് കട തുറക്കുന്ന സമയമായി. സെന്റാരോ പോയി മുമ്പിലെ കർട്ടൻ ഓപ്പൺ ചെയ്തതും കടയ്ക്ക് മുമ്പിൽ അതാ വലിയ ക്യൂ. നിരവധി പേർ പാൻകേക്ക് മേടിക്കാൻ നേരത്തെ വന്നു നിൽക്കുകയാണ്. സെന്റാരോ അതിശയിച്ചു. ആ കട തുടങ്ങിയ പിന്നെ ആദ്യത്തെ സംഭവമാണിത്. സെന്റാരോയുടെ കടയിലെ ഡൊറോയാക്കി അത്യാവശ്യം നല്ല ഫെയിം
ക്രിസ്മസ് ആയിട്ടുണ്ട്. സെന്റാരോയ്ക്കും നല്ല സന്തോഷം തോന്നി. മുത്തശ്ശി കാരണമാണ് ഒക്കെ നടന്നിട്ടുള്ളത്. അത്രയും പേരെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ സെന്റാരോയ്ക്ക് പറ്റില്ലായിരുന്നു. സെന്റാരോ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി പാൻകേക്കൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ കൂടി എന്നെ ഒന്ന് സഹായിക്കാമോ? മുത്തശ്ശി ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ കുറച്ചു നാളുകൾ മുമ്പോട്ടേക്ക് പോയി. ഒരു ദിവസം രാത്രിയിൽ ആ ഷോപ്പിന്റെ ഓണർ അങ്ങോട്ടേക്ക് വന്നു. ആള് വട്ടിപ്പലിശക്കാരിയാണ്. സെന്റാരോ മുമ്പ് അവരുടെ അടുക്കൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ പാൻകേക്ക് ഷോപ്പ് അവർക്ക് വേണ്ടി സെന്റാരോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കച്ചവടമൊക്കെ നന്നായെന്ന് കേട്ടല്ലോ, ഷോപ്പ് ഓണർ പറഞ്ഞു. ആ, നന്നായിട്ടുണ്ട്. ഒരു മുത്തശ്ശിയെ ജോലിക്കെടുത്തു. അതിൽ പിന്നെ എല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നന്നായിട്ടുണ്ട്. അവരെ പറ്റി ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ വൈകാതെ ഈ കട അടച്ചുപൂട്ടേണ്ടി വരും. പിന്നാലെ ആ ഷോപ്പ് ഓണർ പറഞ്ഞു, ആ സ്ത്രീയുടെ കൈയിന്റെ ഷേപ്പ് തന്നെ മാറിയേക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് കുഷ്ഠരോഗമാണ്. ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവരുടെ കൈ കണ്ട് ഈ കാര്യം എന്നോട് പറഞ്ഞത്. ഈ കാര്യം മറ്റ് കസ്റ്റമേഴ്സ് അറിഞ്ഞ കച്ചവടം അതോടെ പൂട്ടും. അതുകൊണ്ട് ആ സ്ത്രീയോട് ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞേരെ അവരെ ഒഴിവാക്കിയേക്ക്, അതാ നല്ലത്. പക്ഷെ സെന്റാരോ പറഞ്ഞു, ശരിയാ, അവർക്ക് മുമ്പ് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു. പക്ഷെ അവര് പൂർണ്ണമായി സുഖപ്പെട്ടതാ. അന്ന് അവരുടെ കൈയിന്റെ രൂപമൊക്കെ അങ്ങനെ മാറിയെന്നും പറഞ്ഞ് ഇന്നും അവരെ മാറ്റി നിർത്തണോ? അവരെന്തോരം ജോലി എടുക്കുന്നേ? അങ്ങനെ രോഗിയാണെങ്കിൽ അവർക്കങ്ങനെ ജോലി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അവരില്ലെങ്കിൽ നമ്മുടെ കടയിൽ ആകെ വന്നുകൊണ്ടിരുന്നത് 6-7 കസ്റ്റമേഴ്സാ. ഇപ്പൊ നോക്ക് എന്തോരം കസ്റ്റമേഴ്സ് ആണെന്ന്. അതിപ്പോ നിനക്കെങ്ങനെയാ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നേ അവർക്കിപ്പോഴും രോഗമില്ലെന്ന്? അവരുടെ അഡ്രസ്സോ വല്ലോ നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് സെന്റാരോ മുത്തശ്ശി മുമ്പ് അഡ്രസ് എഴുതി കൊടുത്ത പേപ്പർ എടുത്ത് ഷോപ്പ് ഓണർക്ക് കൊടുത്തു. ഷോപ്പ് ഓണർ അത് വായിച്ചതും ആ ഓണർ പറഞ്ഞു, നോക്കടോ, ഈ അഡ്രസ് നോക്ക്. അവര് വരുന്നത് തന്നെ ആ സാനിറ്റോറിയത്തിന്ന് കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ആ കോളനിന്ന്. അവരെ ഒഴിവാക്കാനുള്ള പണി നോക്കിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോലും കഷ്ടത്തിലാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നാലെ സാനിറ്റൈസർ എടുത്ത് കയ്യും വാഷ് ചെയ്തിട്ടായിരുന്നു ഓണർ പോയത്. മുത്തശ്ശി എഴുതിയ പേപ്പർ കൈകൊണ്ട് പിടിച്ചതാണല്ലോ. സെന്റാരോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശിയെ നാളത്തോടെ പറഞ്ഞുവിടാൻ പറഞ്ഞിട്ടാണ് ഓണർ പോയത്. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയ സെന്റാരോ ഒരുപാട് ആലോചിച്ചു. മുത്തശ്ശി എങ്ങനെ പറഞ്ഞുവിടും? എങ്ങനെ മുത്തശ്ശിയോട് ഈ കാര്യം പറയും? സെന്റാരോ ഒടുവിൽ ബാറിൽ പോയി കുറേയധികം മദ്യപിച്ചു. ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഈ കുറഞ്ഞ കാലയളവിൽ മുത്തശ്ശിയും സെന്റാരോയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വന്നിരുന്നു. നല്ലൊരു സൗഹൃദം. മുത്തശ്ശിയെ പറഞ്ഞുവിടാൻ സെന്റാരോയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. മാത്രമല്ല കസ്റ്റമേഴ്സിന്റെ മുഖത്തെ സന്തോഷം സെന്റാരോയെയും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശിയെ ഒഴിവാക്കണമെന്ന് കട്ടായം പറഞ്ഞിട്ടാണ് ഷോപ്പ് ഓണർ പോയിരിക്കുന്നത്. മുത്തശ്ശിയോട് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും? അത് ചിന്തിച്ച് സെന്റാരോ വീട്ടിൽ പോയി കിടന്നു. പിറ്റേന്ന് പുലർച്ചെ ഷോപ്പിൽ നിന്നും മുത്തശ്ശി വിളിച്ചപ്പോഴാണ് സെന്റാരോ ഉണരുന്നത്. മോനെ, നീ കടയിലേക്ക് വരുന്നില്ലേ? എവിടെയാ? മുത്തശ്ശിയോട് ഇനി മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറയാൻ സെന്റാരോയ്ക്ക് പറ്റുന്നില്ല. മുത്തശ്ശി, എനിക്കിന്ന് തീരെ വയ്യ, ഞാനിന്ന് ലീവാക്കിയാലോ എന്ന് ആലോചിക്കുക. മുത്തശ്ശിയും ഒരു കാര്യം ചെയ്തു, ഇന്നൊന്നും ചെയ്യണ്ട, കട തുറക്കണ്ട, മുത്തശ്ശി വീട്ടിലേക്ക് പൊക്കോ. പക്ഷേ മുത്തശ്ശി പറഞ്ഞു, സാരമില്ല മോനെ, മോൻ റെസ്റ്റ് എടുത്തോ, കടയിലെ ഇന്നത്തെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. സെന്റാരോ ആകെ ഒരു വിഷമാവസ്ഥയിലായി. എന്തു ചെയ്യും? മുത്തശ്ശിയുടെ നിഷ്കളങ്കത കൃത്യമായി സെന്റാരോക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പ് ഓണർ പറഞ്ഞതിനെതിരായി എങ്ങനെ നിൽക്കുമെന്നും സെന്റാരോക്ക് ഒരു പിടുത്തവുമില്ല. കുറെ നേരം പലതും വെച്ച് സെന്റാരോ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സെന്റാരോ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്തു തന്നെ സംഭവിച്ചാലും മുത്തശ്ശിയെ പറഞ്ഞുവിടുന്നില്ല. മുത്തശ്ശി എന്റെ കൂടെ തന്നെ ജോലി ചെയ്യും. സെന്റാരോ പിന്നാലെ മുത്തശ്ശിയെ വിളിച്ചു പറഞ്ഞു, മുത്തശ്ശി കട തുറന്ന് പണി ആരംഭിച്ചോ? എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ കടയിലേക്ക് വന്നോളാം. മുത്തശ്ശി ഒറ്റയ്ക്ക് അന്ന് കടയിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആദ്യം ബീൻ പേസ്റ്റ് ഉണ്ടാക്കി. പിന്നാലെ ഷോപ്പ് തുറന്ന് പാൻകേക്കും ചുട്ടെടുത്ത് അതിനിടയിൽ ബീൻ പേസ്റ്റും വെച്ച് കസ്റ്റമേഴ്സിന് വിതരണം ചെയ്തു. മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് മുത്തശ്ശിക്ക് കുഷ്ഠരോഗം വന്നതാണ്. അവരുടെ കൈയിന്റെ രൂപം പോലും അത് കാരണം മാറി. പക്ഷേ അതൊക്കെ സുഖപ്പെട്ടു. മറ്റൊരു കുഴപ്പവും ഇപ്പോൾ മുത്തശ്ശിക്കുണ്ടായിരുന്നില്ല. അവരുടെ കൈയിന്റെ രൂപം കണ്ട് ഷോപ്പ് ഓണറുടെ സുഹൃത്ത് മനസ്സിൽ വന്നതങ്ങ് പറഞ്ഞതായിരുന്നു. മുത്തശ്ശി തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് വക്കാന വന്നു. മുത്തശ്ശിയെ കണ്ടതും വക്കാന ചോദിച്ചു, ആഹാ, മുത്തശ്ശിയാണോ അപ്പൊ ഇവിടുത്തെ പാർട്ട് ടൈം വർക്കർ? സെന്റാരോ എവിടെ? മുത്തശ്ശി പറഞ്ഞു, അതുണ്ടല്ലോ കുഞ്ഞെ, സെന്റാരോക്ക് ഇന്ന് തീരെ വയ്യ, അവനിന്ന് ലീവ് എടുത്തേക്കുവാ. ഇന്ന് ഞാൻ തനിച്ച പാൻകേക്ക് ഉണ്ടാക്കുന്നേ, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും ഞാൻ തന്നെയാ. പക്ഷെ സെന്റാരോ ഉണ്ടാക്കുന്ന പോലെ പാൻകേക്ക് അത്ര നന്നായി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ചിലതൊക്കെ പുക പിടിച്ചു പോകുന്നുണ്ട്, ചിലതൊക്കെ കത്തിപ്പോകുന്നു. മുത്തശ്ശിയുമായി വക്കാന ഇങ്ങനെ സംസാരിച്ചിരുന്നു. മുത്തശ്ശിയെ വക്കാനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വക്കാനയെ മുത്തശ്ശിക്കും. ഓരോന്ന് പറയുന്നതിനിടയിൽ അവരുടെ സംസാരം പക്ഷികളിലേക്ക് തിരിഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എല്ലാ പക്ഷികളും എപ്പോഴും സ്വതന്ത്രരായിരിക്കണം. സ്വതന്ത്രമായി കൂടുകളൊക്കെ ഉണ്ടാക്കി അവറ്റകൾക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് വക്കാന പറഞ്ഞത്, മുത്തശ്ശി, ഞാനൊരു പക്ഷിയെ വളർത്തുന്നുണ്ട്.
പക്ഷെ ഹൗസ് ഓണർ വലിയ പ്രശ്നമാ. വീട്ടിലെ പക്ഷീനെയും പെറ്റ് അനിമൽസിനെ ഒന്നും വളർത്തുന്നത് അങ്ങേർക്ക് ഇഷ്ടമല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആ പക്ഷിയെ മുത്തശ്ശിക്ക് കൊണ്ടുതന്ന മുത്തശ്ശി അതിനെ നോക്കിക്കോളൂ. പിന്നല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇടങ്ങളുണ്ട്. മോൾ അത് എനിക്ക് കൊണ്ടുവന്ന് തന്നേരെ, ഞാനതിനെ പൊന്നുപോലെ നോക്കാം. അങ്ങനെ സംസാരിച്ച് മുത്തശ്ശിയും വക്കാനയും തമ്മിൽ വളരെ വലിയൊരു അടുപ്പം തന്നെ രൂപപ്പെട്ടു. അടുത്ത ദിവസം കുറച്ച് വൈകിട്ടായിരുന്നു സെന്റാരോ ഷോപ്പിലേക്ക് എത്തിയത്. നോക്കുമ്പോ മുത്തശ്ശി അതാ പതിവ് പോലെ രാവിലെ തന്നെ എത്തി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തലേന്ന് എല്ലാ കാര്യവും മുത്തശ്ശി ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇപ്പോ അടുത്ത ദിവസം വന്ന് ആദ്യം തൊട്ടേ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് അത്രയധികം സ്മാർട്ടായി നിന്ന് ചെയ്യുന്നു. മുത്തശ്ശിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നായിരുന്നു സെന്റാരോ ആദ്യം ചിന്തിച്ചത്. തന്റെ സംശയം മുത്തശ്ശിക്കടുത്തെത്തി അതേപോലെ തന്നെ സെന്റാരോ ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, ഒരു മനുഷ്യൻ വെറുതെ ഇങ്ങനെ കംഫോർട്ടബിൾ ആയിട്ടിരുന്ന ആ ജീവിതം അങ്ങ് വേസ്റ്റ് ആയി പോവല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം ചെയ്താലും അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തളർച്ചയും തോന്നില്ല. പിന്നെയുണ്ടല്ലോ മോനെ, എന്നോടൊന്ന് ക്ഷമിക്കണോട്ടോ. ഇന്നലെ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കിയില്ലേ, ചിലതൊക്കെ കത്തിപ്പോയി. ചില കസ്റ്റമേഴ്സിനൊക്കെ പാതി കത്തിയ പാൻ കേക്കിന്റെ ഉള്ളില് ബീൻ പേസ്റ്റും വെച്ചാ കൊടുത്തത്. പക്ഷെ ആരും പരാതിയൊന്നും പറഞ്ഞില്ല. എല്ലാവരും നന്നായി തിന്ന് ആസ്വദിച്ചിട്ടാ പോയെ. നിന്നെപ്പോലെ നന്നായി പാൻ കേക്ക് ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ മുത്തശ്ശി ഒരു കുഴപ്പവുമില്ല. പാൻ കേക്ക് കത്തിപ്പോയാൽ പോലും മുത്തശ്ശി ഉണ്ടാക്കുന്ന ബീൻ പേസ്റ്റിന്റെ രുചി കൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്ക പോലുമില്ല. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി മുഴുവനായും മുത്തശ്ശി സെന്റാരോയോട് പറഞ്ഞു. ഒടുവിൽ സോൾഡ് ഔട്ട് ബോർഡ് വെച്ചതുപോലും. അങ്ങനെയുള്ള ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെ സെന്റാരോ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും? പക്ഷെ ഒരു ഘട്ടത്തില് സെന്റാരോ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശിയെ പറഞ്ഞുവിടാൻ സെന്റാരോ തീരുമാനിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും അങ്ങനൊന്നും ആയിരുന്നില്ല കാര്യം. സെന്റാരോ മുത്തശ്ശിയോട് പറഞ്ഞു, ഇത്രനാളും മുത്തശ്ശി ബീൻ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അങ്ങ് പോവായിരുന്നില്ലേ? ഇനി മുതൽ അങ്ങനെ വേണ്ട. മുത്തശ്ശി കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യണം. ഈ ക്ലീനിങ് പരിപാടിയും കഠിനമായ ജോലിയും ഒക്കെ ഞാൻ ചെയ്തോളാം. മുത്തശ്ശി അത് ഞെട്ടലോടെയായിരുന്നു കേട്ടത്. അവർക്ക് വലിയ സന്തോഷം തോന്നി. ഇതിനു മുമ്പ് പലയിടത്തും മുത്തശ്ശി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും മുത്തശ്ശിയുടെ കയ്യിലെ കുഷ്ഠരോഗം വന്നതിന്റെ ബാക്കി പത്രമായ പാടുകളും ഒക്കെ കാരണം കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാൻ ആരും അനുവദിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ സെന്റാരോ മുത്തശ്ശി ഏറെ ആഗ്രഹിച്ചിരുന്ന ആ ജോലി നൽകുന്നു. കൂട്ടത്തിൽ സെന്റാരോ മുത്തശ്ശിയോട് ഒന്നുകൂടി പറഞ്ഞു, ഞാൻ മുത്തശ്ശിയുടെ ശമ്പളം കൂട്ടാൻ പോകുക. മുത്തശ്ശി ഇനി മറ്റൊരു ജോലിയും അന്വേഷിക്കണ്ട, എവിടെയും പോവണ്ട, എപ്പോഴും എന്റെ കൂടെ തന്നെ നിന്നോ. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പുഞ്ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് മോനെ. മോൻ നോക്കിക്കോ, കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ നന്നായി തന്നെ സെർവ് ചെയ്യും. മുത്തശ്ശി അങ്ങനെ ജോലികൾ തുടർന്നു. പാൻ കേക്ക് ഉണ്ടാക്കാനും ആളുകൾക്ക് സെർവ് ചെയ്യാനും തുടങ്ങി. 3 വിദ്യാർത്ഥിനികളും വന്ന് പാൻ കേക്ക് കഴിച്ച് മുത്തശ്ശിയുമായി സംസാരിച്ചു. മുത്തശ്ശി അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ പോയതിന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് വക്കാന വന്നു. വക്കാനയോട് കുറച്ചു കഴിഞ്ഞും സ്കൂളിൽ പോവാത്തത് കണ്ടപ്പോ മുത്തശ്ശി ചോദിച്ചു, നീ പോകുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ മുത്തശ്ശി എന്നായിരുന്നു വക്കാനയുടെ മറുപടി. അപ്പോഴാണ് വക്കാന മുത്തശ്ശിയുടെ കൈകൾ ശ്രദ്ധിക്കുന്നത്. അവൾ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി നിങ്ങളുടെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റിയതാ? അത് കേട്ട് സെന്റാരോ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. അവളുടെ ആ ചോദ്യം മുത്തശ്ശിയെ വിഷമിപ്പിക്കുമോ ബുദ്ധിമുട്ടിലാക്കുമോ എന്നൊക്കെ അവൻ ചിന്തിച്ചിരുന്നു. പക്ഷേ മുത്തശ്ശി പറഞ്ഞു, അതുണ്ടല്ലോ മോളെ, എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഈ കുഷ്ഠരോഗം വന്നു. രോഗമൊക്കെ ഭേദമായെങ്കിലും ആ രോഗം വന്നപ്പോഴുണ്ടായിരുന്ന അവസ്ഥ അതുപോലെ തന്നെ കുറെയൊക്കെ തുടർന്നു. അതുകൊണ്ട് എന്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നേ. അന്ന് വക്കാന സ്കൂൾ ലൈബ്രറിയിൽ എത്തി കുഷ്ഠരോഗത്തെ പറ്റിയും ബാക്കി കാര്യങ്ങളും ഒക്കെ വായിക്കാൻ നോക്കി. അവളുടെ ചില സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായത്. 1953 ജപ്പാനിൽ കുഷ്ഠരോഗം നിയന്ത്രിക്കാൻ ഒരു നിയമം തന്നെ കൊണ്ടുവന്നു. 1980 കാലഘട്ടങ്ങളിൽ അന്ന് ഈ രോഗം ബാധിച്ചവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി പാർപ്പിക്കാൻ വേണ്ടി കോളനി പോലെ ഒരിടം തന്നെ ഉണ്ടാക്കി. അവിടെ അവർക്ക് ട്രീറ്റ്മെന്റും മറ്റും നൽകി. കുഷ്ഠരോഗികൾക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനമായിരുന്നു അതെങ്കിലും ആരും അതിനെ ചോദ്യം ചെയ്തില്ല. സുഖപ്പെട്ടവർക്കും ആ കോളനിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റിയില്ല. സാധാരണ ജീവിതം നയിക്കാൻ അവർക്കും അവകാശമുണ്ടായിരുന്നു. പക്ഷേ അവർ എല്ലായിടത്തും തഴയപ്പെട്ടു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടു. ആ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടെ വക്കാന വായിച്ചറിഞ്ഞിരുന്നു. അടുത്ത ദിവസം സെന്റാരോയും മുത്തശ്ശിയും കട തുറന്നു. പക്ഷേ കസ്റ്റമേഴ്സ് ആരും വരുന്നേയില്ല. മുത്തശ്ശിക്ക് കുഷ്ഠരോഗമുണ്ടെന്ന കാര്യം ഷോപ്പ് ഓണറുടെ സുഹൃത്ത് പറഞ്ഞിട്ടോ എന്തോ എല്ലായിടത്തും അഭ്യൂഹമായി പരന്നിരുന്നു. അതുകൊണ്ടായിരുന്നു കസ്റ്റമേഴ്സ് വരാതിരുന്നത്. പക്ഷേ മുത്തശ്ശി അതിനെപ്പറ്റി ചോദിച്ചപ്പോ സെന്റാരോ അതൊന്നും പറഞ്ഞില്ല. ഇതിപ്പോ തണുപ്പ് കാലമല്ലേ മുത്തശ്ശി, ഈ സമയത്ത് പൊതുവെ കസ്റ്റമേഴ്സ് കുറയാറുണ്ട്, അതുകൊണ്ടായിരിക്കും. സെന്റാരോ അങ്ങനായിരുന്നു മുത്തശ്ശിയോട് മറുപടി പറഞ്ഞത്. മുത്തശ്ശി വേദനിക്കരുതെന്ന് സെന്റാരോക്കുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി പറഞ്ഞു, എന്താ മോനെ പറയുന്നേ?
ആൾക്കാര് വിന്ററിലെ ചൂടോടെ പാൻകേക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുക. നീ എന്നിട്ടെന്താ അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? സെന്റാരോ ഒന്നും പറഞ്ഞില്ല. മാറിയിരുന്ന് പുകവലിക്കാൻ തുടങ്ങി. മുത്തശ്ശിയാകട്ടെ കസ്റ്റമേഴ്സിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആളുകൾ വരുമ്പോ കസ്റ്റമേഴ്സ് ആയിരിക്കും എന്നവർ വളരെയധികം പ്രതീക്ഷയോടെ ചിന്തിച്ചു. പക്ഷെ അവരാരും കടയിൽ കയറിയില്ല. അവിടെ നിന്ന് മാറിപ്പോയി. ഇതൊക്കെ കണ്ട് സെന്റാരോക്കും ദുഃഖം തോന്നുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ മുഖത്തെ ദുഃഖം കാണാൻ പറ്റാതെ അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി. മുത്തശ്ശി എന്ന് ലീവ് എടുത്തോ, ഞാനും വീട്ടിൽ പോവാൻ പോകുക. ഇന്നിനി ആരും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനോടകം എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് വരാത്തത് എന്ന കാര്യം മുത്തശ്ശിക്ക് ബോധ്യപ്പെട്ടിരുന്നു. മുത്തശ്ശിയെ സാധനങ്ങളെടുത്തിറങ്ങാൻ നേരം സെന്റാരോയോട് പറഞ്ഞു, ഞാൻ പോകുവാണ് മോനെ. ഇനി എന്തെങ്കിലും കാണാൻ വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അത് പറഞ്ഞ ദുഃഖത്തോടെ മുത്തശ്ശി അവിടെ നിന്നിറങ്ങി. മുത്തശ്ശി അങ്ങനെ പോകുന്നത് കണ്ടപ്പോ സെന്റാരോക്ക് വലിയ ദുഃഖം തോന്നിയിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ പതിവ് പോലെ സെന്റാരോ കട തുറന്നു. മുത്തശ്ശി എത്തിയിട്ടില്ല. ബീൻ പേസ്റ്റ് അടക്കം അവൻ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും കടയിലേക്ക് ഒരു ലെറ്റർ വന്നു. മുത്തശ്ശി സെന്റാരോക്ക് അയച്ച കത്തായിരുന്നു അത്. സെന്റാരോ ആ കത്ത് തുറന്നു വായിച്ചു. കത്തിന്റെ സംഗ്രഹം ഇപ്രകാരമായിരുന്നു. വളരെ ചെറുപ്പകാലത്താണ് മുത്തശ്ശിക്ക് അസുഖം പിടിപെട്ടത്. സമൂഹം മുത്തശ്ശിയെ ഒറ്റപ്പെടുത്തി ഒതുക്കി ആ കോളനിയിലെ അംഗമാക്കി. അവിടെ കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയെപ്പോലെയായിരുന്നു മുത്തശ്ശി. മുത്തശ്ശിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ മനുഷ്യരെ പോലെ എല്ലാവരോടും ഇടപഴകി പുറം ലോകത്ത് ജീവിക്കണം. പക്ഷേ സമൂഹം മുമ്പൊന്നും അവർക്ക് ആ അവസരം കൊടുത്തതേയില്ല. ഒതുക്കപ്പെട്ടവളായി, തൊട്ടുകൂടാത്തവളായി മുത്തശ്ശി അവർ മാറ്റി നിർത്തി. എല്ലായിടത്തും മുത്തശ്ശി ഒറ്റപ്പെട്ടിരുന്നു. ഒക്കെ വായിച്ചതും സെന്റാരോയുടെ മനസ്സിൽ വല്ലാത്ത ഭാരവും ദുഃഖവും അനുഭവപ്പെട്ടു. സെന്റാരോ തുടർന്നു വായിച്ചു, ഇത്തരത്തിൽ ഈ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയതാണ്. പക്ഷേ ഇതെല്ലാം ചുറ്റിലും ഉണ്ടായിട്ടുകൂടി മോൻ എന്നെ ചേർത്തു പിടിച്ചു. എന്നെ ഒരു മനുഷ്യനായി നോക്കിക്കണ്ടു. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ അന്തസ്സും ബഹുമാനവും നീ എനിക്കും തന്നു. എന്നെ ഒരു മനുഷ്യനായി നീ ആദ്യമായി ഫീൽ ചെയ്യിപ്പിച്ചു. അതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് മോനെ. എന്റെ മോൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ പ്രായമുണ്ടായേനെ. ഞാൻ നിന്നെ എന്റെ മോനായി തന്നെയാ കരുതുന്നത്. മോൻ നോക്കിക്കോ, മോൻ വലിയ നിലയിലെത്തും. ഏറ്റവും മികച്ച ബീൻ പേസ്റ്റ് അതുണ്ടാക്കുന്ന എക്സ്പേർട്ടായി മോൻ മാറും. മോന് സ്വന്തമായി ഒരു കട തുടങ്ങാനും അത് നല്ല രീതിയിൽ നടത്താനും പറ്റും. എനിക്കാകെ ഒരു ദുഃഖമേയുള്ളൂ. ഞാൻ കാരണം മോന്റെ കടയിൽ കസ്റ്റമേഴ്സ് വരാതായി. മോൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാകും, വേദനിക്കുന്നുണ്ടാകും എന്നെനിക്ക് മനസ്സിലാകും. ഈ മുത്തശ്ശിയോട് ക്ഷമിക്കണേ മോനെ. സെന്റാരോ അത് വായിച്ചു കഴിഞ്ഞതും വളരെയധികം മനസ്സുടഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വക്കാന കടന്നു വരുന്നത്. വക്കാനയുടെ കയ്യിൽ ആ പക്ഷിക്കൂടുമുണ്ടായിരുന്നു. വക്കാന സെന്റാരോയോട് പറഞ്ഞു, മുത്തശ്ശി എവിടെ? മുത്തശ്ശിക്കായിട്ടാ ഞാൻ ഈ പക്ഷിയെ കൊണ്ടുവന്നത്. എനിക്കിതിനെ എന്റെ കൂടെ നിർത്താൻ പറ്റില്ല. എനിക്ക് ആ വീട്ടിൽ ഇനി താമസിക്കാനും വയ്യ. ഞാൻ വീട് വിട്ടിറങ്ങി. സെന്റാരോ ചോദിച്ചു, എന്ത് വീട് വിട്ടിറങ്ങിയെന്നോ? അപ്പൊ നീ ഇനി എവിടെ പോയാ താമസിക്കുന്നേ? അവൾ പറഞ്ഞു, എന്റെ സുഹൃത്ത് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിലാ താമസിക്കുന്നേ. പാർട്ട് ടൈം ജോലി നോക്കുന്നുണ്ട്. ഞാനും അവിടെ താമസിച്ച് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോകുക. കിട്ടുന്ന പണം കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. മുത്തശ്ശിയെ പറ്റി വീണ്ടും വക്കാന ചോദിച്ചു. സെന്റാരോ മുത്തശ്ശി പോയ കാര്യവും ഇനി തിരികെ വരില്ലെന്നും പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് വലിയ ദുഃഖം തോന്നി. അവൾ സെന്റാരോയോട് ചോദിച്ചു, മുത്തശ്ശി പോയിട്ട് നിങ്ങൾ മുത്തശ്ശിനെ വിളിച്ചോ? ഒന്ന് പോയി നോക്കിയോ അവരുടെ അടുത്ത്? സെന്റാരോ ദുഃഖത്തോടെ ഇല്ല എന്ന് പറഞ്ഞു. ഉടൻ വക്കാന ചോദിച്ചു, ഇതിലെത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് മുത്തശ്ശിയെ കാണണമെന്നുണ്ട്. പറ്റുമെങ്കിൽ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകോ? സെന്റാരോയ്ക്കും മുത്തശ്ശിയുടെ അടുക്കൽ പോണമെന്നുണ്ടായിരുന്നു. വക്കാനയും സെന്റാരോയും മുത്തശ്ശിയെ കാണാൻ വേണ്ടി അഡ്രസ്സിലേക്ക് പുറപ്പെട്ടു. അവർ എത്തിച്ചേർന്നത് ആ സാനറ്റോറിയത്തിലാണ്. കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരുന്ന ആ കോളനിയിൽ രോഗമുക്തരായവരെ ജനങ്ങളുമായി ഇടപഴകാൻ പിന്നീട് അനുവദിച്ചെങ്കിലും പലരും തടയപ്പെട്ടു. പ്രായമായവരെ കൊണ്ടുപോകാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ഒറ്റപ്പെട്ടവർ ആ കോളനിയിൽ താമസം തുടർന്നു. ഇപ്പോൾ അവിടെ ഏറെ പ്രായം ചെന്ന അത്തരത്തിൽ ചിലർ മാത്രമേയുള്ളൂ. സെന്റാരോയും വക്കാനയും മുത്തശ്ശിയുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും അവരെ കാണുമെന്ന് മുത്തശ്ശി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നേയില്ല. സുഖകരമായി അവിടെ ജീവിക്കുന്നതിനിടയിലായിരുന്നു മുത്തശ്ശി സെന്റാരോയുടെ ഷോപ്പിലെത്തിയത്. അതെന്തിനായിരുന്നെന്ന് സെന്റാരോ അപ്പോഴും ചിന്തിക്കുകയായിരുന്നു. അവരെ കണ്ട സന്തോഷത്തിൽ മുത്തശ്ശി അവരോട് സംസാരിക്കാൻ തുടങ്ങി. സെന്റാരോയോട് ചോദിച്ചു, മോനെ കട എങ്ങനെ പോകുന്നു? സെന്റാരോ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. വക്കാന അപ്പോഴാണ് താൻ കൊണ്ടുവന്ന പക്ഷിയെ മുത്തശ്ശിക്ക് കൊടുത്തത്. മുത്തശ്ശി പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാൻ ഇതിനെ നോക്കിക്കോളാം. ഇന്ന് എന്റെ ഭർത്താവിന്റെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പോഴാ നീ എനിക്ക് ഇതുമായി വന്നത്. നിന്റെ ഇത് സ്വീകരിക്കുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാളെ ജീവിക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം എന്നെ വിട്ടുപോയി. ഞാൻ ഗർഭിണിയുമായിരുന്നു. അപ്പോഴാ എനിക്ക് ഈ രോഗം വന്നത്. അസുഖം കൊച്ചിലേക്കും പിടിക്കോ എന്ന് വല്ലാത്തൊരു പേടിയായിരുന്നു. അതുകൊണ്ട് ആ കൊച്ചിനെ തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. മുത്തശ്ശിയപ്പോ ഏതു പ്രായത്തിലാ ഇവിടെ വന്നത്?
വക്കാന ചോദിച്ചു. നിന്റെ പ്രായത്തിലാ മോളെ എന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. പെട്ടെന്നൊരു ദിവസം എന്റെ സഹോദരനും അമ്മയും കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പോഴാ എനിക്ക് ഈ രോഗമുണ്ടെന്ന കാര്യം പോലും ഞാൻ അറിയുന്നത്. തിരികെ പോവാനും അവരുടെ കൂടെ നിൽക്കാനും ഞാൻ ഒരുപാട് കരഞ്ഞതാ. അവരെന്നെ ഇവിടെ ഇട്ടേച്ചും പോയി. ഇവിടെ അന്ന് ഒരു ഇരുട്ടുമുറിയില എന്നെ അടച്ചിട്ടത്. ആ മുറി കിടന്ന് എന്റെ ജീവൻ ഇല്ലാതാവുന്ന അന്നൊക്കെ ഞാൻ കരുതിയേ. അന്നൊക്കെ കുഷ്ഠരോഗം ബാധിച്ച മനുഷ്യന്മാർ അവിടെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് മുത്തശ്ശിയുടെയും അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയുടെ സുഹൃത്തിന്റെയും വാക്കുകളിലൂടെ വക്കാനയും സെന്റാരോയും മനസ്സിലാക്കുകയായിരുന്നു. അവർ കടന്നു വന്ന അവസ്ഥയോർത്തപ്പോൾ ഇരുവർക്കും വലിയ ദുഃഖം തന്നെ തോന്നി. പിന്നാലെ മുത്തശ്ശിയുടെ സുഹൃത്ത് സെന്റാരോയോടും മറ്റുമായി പറഞ്ഞു, നിങ്ങളാണല്ലേ സെന്റാരോ, മോൻ അറിയോ ജോലി കഴിഞ്ഞു വന്ന മുത്തശ്ശിക്ക് പറയാൻ നിന്റെ കാര്യങ്ങളേ ഉള്ളൂ, കടയിലെ വിശേഷങ്ങളും. അത് പറഞ്ഞപ്പോഴാ ഇന്ന് മുത്തശ്ശി നല്ലൊരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു നോക്ക്. അതും പറഞ്ഞ് മുത്തശ്ശി ഉണ്ടാക്കിയ ഒരു വിഭവം അവർക്കായി അദ്ദേഹം നൽകി. ഇരുവരും അത് രുചിച്ചു. അത്രമേൽ രുചികരമായ ഒരു വിഭവം, വായിലൂടെ മനസ്സിലെത്തുന്ന മനസ്സിനെ തൊടുന്ന വിഭവം. മുത്തശ്ശി പിന്നാലെ പറഞ്ഞു, മോനെ എനിക്കൊന്നുകൂടി നിന്നോട് നന്ദി പറയണമെന്നുണ്ട്. നീ എനിക്ക് ആ ബഹുമാനവും അന്തസ്സും തന്നു, മര്യാദ തന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന മര്യാദ, ഒരു മനുഷ്യനായി നീ എന്നെ തന്നെ തോന്നിപ്പിച്ചു. അതിനൊരുപാട് നന്ദിയുണ്ട്. അത് കേട്ടതും സെന്റാരോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുട്ടിയെപ്പോലെ അയാൾ കരഞ്ഞുപോയി. എന്താ മോനെ കൊച്ചുങ്ങളെപ്പോലെ കരയുന്നേ എന്ന് ചോദിച്ചപ്പോ സെന്റാരോക്ക് തിരികെ ഒന്നും പറയാൻ പറ്റിയില്ല. ഏതൊക്കെയോ ഭാരം, ഓർമ്മകൾ എല്ലാം വന്ന് അയാളെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ഇത്രയും നാളുകൾ സെന്റാരോ തനിച്ചായിരുന്നു. അവൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മുമ്പ് സെന്റാരോ ഒരു ബാറിൽ ജോലി നോക്കിയിരുന്നു. അവിടെ വെച്ചുണ്ടായ ഒരു പ്രശ്നത്തിൽ സെന്റാരോ ഒരാളെ ക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ പേരിലായിരുന്നു സെന്റാരോക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. വലിയൊരു നഷ്ടപരിഹാര തുകയും സെന്റാരോയുടെ മേൽ വിധിക്കപ്പെട്ടിരുന്നു. അത് കൊടുക്കാൻ സെന്റാരോക്ക് പലയിടത്തുനിന്നായി കടം വാങ്ങേണ്ടി വന്നു. ജയിൽ മോചിതനായ ശേഷം നല്ല രീതിയിൽ ജീവിക്കണം എന്ന് സെന്റാരോ ചിന്തിച്ചിരുന്നു. പക്ഷേ വാങ്ങിയ കടങ്ങൾ സെന്റാരോയുടെ പിന്നാലെ കൂടി. ഒടുവിലാണ് സെന്റാരോ തന്റെ ഷോപ്പ് ഓണറായ വട്ടിപ്പലിശക്കാരിയുടെ അടുത്തെത്തിയത്. അവരിൽ നിന്ന് പണം വാങ്ങി മറ്റ് കടങ്ങൾ തീർത്തു. അവർക്ക് പണം തിരികെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സെന്റാരോ അവിടെ ജോലി നോക്കി പോന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്കാണ് ചെന്നു ചേരുന്നത്. ആ ഷോപ്പിൽ സെന്റാരോ മുഴുവനായും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മോചനമില്ലാത്ത പോലെ സന്തോഷമില്ലാത്ത സെന്റാരോയുടെ ആ ജീവിതത്തിലേക്കായിരുന്നു മുത്തശ്ശി കടന്നു വന്നത്. മുത്തശ്ശിയുടെ സാന്നിധ്യം സെന്റാരോയെ സന്തോഷിപ്പിച്ചു. പക്ഷേ അതുപോലും സെന്റാരോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ആലോചിച്ചായിരുന്നു അവൻ ആ നിമിഷം കരഞ്ഞുപോയത്. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് സെന്റാരോയും വക്കാനയും അവിടെ നിന്ന് പോന്നു. ഷോപ്പിലെത്തി അവർ ജോലി ചെയ്യാൻ തുടങ്ങി. സെന്റാരോയെ സഹായിക്കാൻ പാർട്ട് ടൈം ജോലിയിൽ വക്കാന ജോയിൻ ചെയ്തു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഷോപ്പ് ഓണർ കടന്നു വന്നത്. ഷോപ്പ് ഓണറുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഷോപ്പ് ഓണർ പറഞ്ഞു, ഞാൻ ഈ ഷോപ്പ് റീമോഡൽ ചെയ്ത് വേറെ രീതിയിൽ അങ്ങ് തുടങ്ങാൻ പോകുക. ദാ ഇവനുണ്ടല്ലോ, ഇവനൊരു അടിപൊളി ഷെഫാണ്. റെസിപ്പിയുടെയും മറ്റും കാര്യമൊക്കെ ഇനി ഇവൻ നോക്കിക്കോളും. നീ ഇവന്റെ അസിസ്റ്റന്റായി ഇവിടെ നിന്നോ. സെന്റാരോക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവന്റെ അസിസ്റ്റന്റായി താൻ ഇവിടെ ജോലിക്ക് നിൽക്കണമെന്നോ സെന്റാരോ ചോദിച്ചു. പിന്നല്ലാതെ, ഞാൻ ഈ ഷോപ്പ് റീമോഡൽ ചെയ്യാൻ പോകുക. ഇനി ഇവിടെ എന്തായാലും പാൻ കേക്ക് ഒന്നും വിൽക്കാൻ പോകുന്നില്ല. അത് കേട്ടതും സെന്റാരോ ആകെ വല്ലാതായി. എന്തു ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അത്ര നാളും ആ കടയായിരുന്നു അയാളുടെ ജീവിതം. എല്ലാം മാറിമറിയാൻ പോകുന്നു. അടുത്ത ദിവസം മുതൽ സെന്റാരോ കടയിലേക്ക് പോയില്ല. താമസ സ്ഥലത്ത് തുടർന്നു. കുറേയധികം മദ്യപിച്ചു. നാളുകൾ കടന്നുപോയി. ഷോപ്പ് റീമോഡൽ ചെയ്യപ്പെട്ടു. വക്കാനയും അത് നോക്കിക്കണ്ടിരുന്നു. എല്ലാം മാറിമറിയുന്നതിൽ അവൾക്ക് ദുഃഖം തോന്നി. ഒരു ദിവസം സെന്റാരോയെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടി വക്കാന സാനറ്റോറിയത്തിൽ പോയി. പക്ഷെ അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അവരോട് വിവരം പറഞ്ഞു. 3 ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂമോണിയ ബാധിച്ച് മുത്തശ്ശി ഈ ലോകം വിട്ടുപോയി. സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിരുന്നു. ഏറെ വേദനയോടെയായിരുന്നു വക്കാനയും സെന്റാരോയും അത് കേട്ടത്. മുത്തശ്ശിയുടെ സുഹൃത്ത് തുടർന്നു പറഞ്ഞു, സുഖമില്ലാതായപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. മരിക്കുന്നതിന് മുമ്പ് നിനക്ക് തരാൻ വേണ്ടി ചില കാര്യങ്ങള് അവൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദാ ഈ റെക്കോർഡർ, പിന്നെ ഈ സാധനങ്ങളും. മുത്തശ്ശി ബീൻ പേസ്റ്റ് ഉണ്ടാക്കുന്ന ചില ഉപകരണങ്ങളായിരുന്നു അത്. സെന്റാരോ ടേപ്പ് റെക്കോർഡർ വാങ്ങി അത് പ്ലേ ചെയ്യിച്ചു. റെക്കോർഡിംഗ് വോയിസിൽ മുത്തശ്ശി സംസാരിച്ചു തുടങ്ങി. മുത്തശ്ശി ആദ്യം വക്കാനയോട് മാപ്പ് പറയുകയായിരുന്നു. മോളെ എനിക്ക് നോക്കാൻ ആ പക്ഷിയെ തന്നില്ലേ, ഞാനതിനെ പറത്തിവിട്ടു. അതിനെ സ്വതന്ത്രയാക്കി. ആ പക്ഷിയുടെ
ശബ്ദം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു അത് പാട്ടുപാടുകയാണെന്ന്. അതോടെ ഞാൻ അതിനോട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, എന്നെ പറത്തിവിട്, എന്നെ സ്വതന്ത്രയാക്കുന്ന. ഒരിക്കൽ ഞാനും അതുപോലെ ഒരു കൂടിനകത്ത് കുടുങ്ങിക്കിടന്നതാണ്. അങ്ങനെ അടച്ചുപൂട്ടി കിടക്കുമ്പോ അതെത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. അതുകൊണ്ടാ ഞാനതിനെ പറത്തിവിട്ടത്. എന്നോട് ക്ഷമിക്കണേ മോളെ. മുത്തശ്ശിയുടെ വാക്കുകളിൽ മുത്തശ്ശിയുടെ നിഷ്കളങ്കത, ആത്മാർത്ഥത നിഴലിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ സെന്റാരോയോട് മുത്തശ്ശി പറഞ്ഞു തുടങ്ങി, മോനെ, നിന്നെ ആദ്യമായി കണ്ടപ്പോ നിന്റെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം കണ്ടു. എനിക്ക് ഓർമ്മ വന്നത് എന്റെ ചെറുപ്പകാലത്ത് എന്നെ തന്നെയായിരുന്നു. എല്ലാത്തിനും വിഷമിച്ചിരുന്ന എന്നെ. അതുകൊണ്ടാ അവിടെ ഒരു ജോലിക്കായി ഞാൻ വീണ്ടും വീണ്ടും വന്നത്. ആ ചെറുപ്പകാലത്ത് പുറത്തേക്ക് പോകണമെന്നും സ്വതന്ത്രയാവണം എന്നുമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എനിക്കതിനുള്ള വഴിയുണ്ടായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമോ എന്ന ഭയം എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു. അതേ ഭയം നിന്നെ കണ്ടപ്പോ നിന്റെ മുഖത്ത് ഞാൻ കണ്ടു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, നിന്നെ സഹായിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ടാ ജോലി തരാൻ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിച്ചതും. എന്റെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, സ്വതന്ത്രരായിട്ടിരിക്കണം. എനിക്കെന്റെ ഈ ജീവിതത്തിൽ മറ്റൊന്നും തന്നെ വേണ്ട. മുത്തശ്ശിയുടെ സ്നേഹവും കരുതലും ആ വാക്കുകളിൽ വല്ലാതെ പ്രതിധ്വനിച്ചു. വക്കാനയുടെയും സെന്റാരയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നാലെ അവർ മുത്തശ്ശിയുടെ കുഴിമാടം സന്ദർശിച്ചു. മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം അവിടെ ചെറിയൊരു മരം നട്ടിരുന്നു. മുത്തശ്ശിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സെന്റാരോയും വക്കാനയും അവിടെ നിന്ന് തിരികെ പോന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മുത്തശ്ശി ആഗ്രഹിച്ച പോലെ സ്വതന്ത്രനാവാൻ സെന്റാരോ തീരുമാനിച്ചിരുന്നു. ഷോപ്പ് ഓണറുടെ കടയിലെ ജോലി സെന്റാരോ ഉപേക്ഷിച്ചു. പാർക്കിൽ ചെറിയൊരു തട്ടുകടയിട്ട് പാൻകേക്ക് വിൽക്കാനും അവൻ ആരംഭിച്ചു. വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സെന്റാരോയെ സഹായിക്കാൻ വക്കാന അങ്ങോട്ടേക്കെത്തും. മുത്തശ്ശി പഠിപ്പിച്ച റെസിപ്പികൾ ജനങ്ങൾക്കായി അവർ വിളമ്പി. നിരവധി ആളുകളും അവരുടെ ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരുന്നു. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കടങ്ങൾ സെന്റാരോ അടച്ചു തീർക്കും. മുത്തശ്ശി ആഗ്രഹിച്ച പോലെ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ അവൻ ജീവിക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ രസകരമായ, ചിന്തിപ്പിക്കുന്ന സ്വീറ്റ് ബീൻ എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, വീഡിയോ ഷെയർ ചെയ്യുക, കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്കുടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.